നമസ്കാരം. 4 വർഷത്തെ വൈരാഗ്യം അവസാനിച്ചത് കൊലപാതകത്തിൽ. മറ്റൊരിടത്ത് ഗുരുതരമായ കടബാധ്യത ദമ്പതികളെ കൊണ്ടെത്തിച്ചത് വീട്ടമ്മയുടെ കൊലപാതകത്തിലാണ്. തമിഴ്നാട്ടിൽ നീതി കാക്കേണ്ട പോലീസുകാരൻ തന്നെ നിയമം കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വാർത്തകളെപ്പറ്റി വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. നാല് വർഷത്തെ വൈരാഗ്യം. ആ വൈരാഗ്യം അവസാനിച്ചത് കൊലപാതകത്തിൽ. ഹർദോയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ ഒരു പ്രതി പോലീസ് പിടിയിലായിരിക്കുകയാണ്. ഇനി ഒരാൾ കൂടിയാണ് പിടിയിലാകാനുള്ളത്. എന്തായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച ആ 4 വർഷം നീണ്ടുനിന്ന വൈരാഗ്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹർദോയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ ജിത്പൂർവയിലാണ് ഈ ദാരുണമായ കൊലപാതകം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം സമീപത്തെ മാർക്കറ്റിൽ വെച്ച് നടന്ന ഒരു ആക്രമണത്തിനൊടുവിലാണ് ഈ കൊലപാതകം. ഗ്രാമത്തിലെ സോഹിത് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ഇയാളും ഗ്രാമത്തിലെ അമർ സിംഗ്, ജിതേന്ദ്ര എന്ന യുവാക്കളും തമ്മിൽ അപ്രതീക്ഷിതമായുണ്ടായ തർക്കമായിരുന്നു കൊലപാതകം വരെ എത്തിയത്. വടികൊണ്ട് സോഹിത്തിന്റെ തലയിൽ ശക്തമായി അടിച്ചതിനെ തുടർന്നുണ്ടായ മാരകമായ മുറിവാണ് മരണകാരണമായി ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. അടിയേറ്റ് നിലത്ത് വീണ സോഹിത്തിനെ പോലീസ് എത്തിയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലയിലേറ്റ അടിയുടെ ആഘാതത്തിൽ സോഹിത്ത് മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിൽ 4 വർഷം നീണ്ടുനിന്ന ഒരു വൈരാഗ്യത്തിന്റെ കഥ കൂടിയുണ്ടെന്നത് പിന്നീടാണ് പുറത്തുവരുന്നത്. ഏകദേശം 4 വർഷം മുൻപാണ് സോഹിത്തിനെ ഒരു കസിൻ പ്രതികളിലൊരാളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുമായി ഒളിച്ചോടി പോകുന്നത്. എന്നാൽ ഈ സംഭവം നടന്ന് 5 ദിവസത്തിന് ശേഷം 2 കുടുംബങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തിരുന്നു. പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ അയക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലെത്തിയെങ്കിലും വർഷങ്ങളായി ഇരു കുടുംബങ്ങൾ തമ്മിലും വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. गांव की बाजार लगती है 100 मीटर दूरी पे. बाजार गया लड़का हमारा और वहाँ गांव के लोग गए साथ में. जिसकी लड़की ने गांव से भजाया हमारे भतीजे ने 4-5 साल पीछे, और उसी की रंजिश थी और गांव की कोई रंजिश नहीं थी मेरी. और वो गांव से बाजार से लग लिया और गांव बाजार से कोई नहीं साथ में के था. गांव की पुलिया पर पहुंचा, उसी ने बांका मार दिया. ഈ കൊലപാതക വാർത്ത പുറത്തു വന്നതോടെ ഗ്രാമം വലിയ പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. വിവരമറിഞ്ഞ് സോഹിത്തിനെ എത്തിച്ച ആശുപത്രിക്ക് പുറത്ത് നിരവധി പേരായിരുന്നു തടിച്ചുകൂടിയത്. നിലവിൽ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. അതേസമയം സംഭവത്തിന് ശേഷം മരിച്ചയാളുടെ കുടുംബം വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ്. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എല്ലാ വശങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. थाना सूसा क्षेत्र अंतर्गत ग्राम जीतपुरवा से यह सूचना प्राप्त हुई कि ग्राम निवासी सोहित पुत्र कोमिल उम्र लगभग 25 वर्ष को किसी व्यक्ति के द्वारा सर पे मारा गया, जिससे वो गंभीर रूप से घायल हो गए हैं. सूचना पर तत्काल पुलिस बल मौके पर पहुंचा एवं घायल को उपचार हेतु अस्पताल भिजवाया गया, जहां चिकित्सकों द्वारा उसको मृत घोषित कर दिया गया है. शव को कब्जे में लेकर पोस्टमार्टम में पंचायतनामा कार्रवाई की जा रही है. परिजनों द्वारा प्रकरण में तहरीर दी गई है, जिसमें यह बताया गया है कि सोहित के साथ 2 युवक अमर सिंह एवं जितेंद्र, जो गांव के ही रहने वाले हैं, उनकी कहासुनी हो गई, जिसमें वाद विवाद में इनके द्वारा उस पर हमला कर दिया गया. प्रकरण में जितेंद्र को हिरासत में लेकर पूछताछ की जा रही है. सुसंगत धाराओं में अभियोग पंजीकृत कर लिया गया है. अन्य वैधानिक कार्रवाइयां प्रकरण में प्रचलित है. സോഹിത്തിനെ ആക്രമിച്ച 2 പ്രതികളിൽ ഒരാളായ ജിതേന്ദ്ര പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തർക്കത്തിനിടെയുണ്ടായ ആക്രമണം തന്നെയാണ് മരണകാരണമെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന പ്രതിയായ അമർ സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നതിനായുള്ള റെയ്ഡുകളും തെരച്ചിലുകളുമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നത്.
പുതുച്ചേരിയിൽ നടന്ന മറ്റൊരു കൊലപാതക വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സ്നേഹം നടിച്ച് വീട്ടിൽ കയറിപ്പറ്റിയ ദമ്പതികളാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഗുരുതരമായ കടബാധ്യതയാണ് പ്രതികളെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളാണ് ഇനി 20th അവർ പരിശോധിക്കുന്നത്. പുതുച്ചേരിയിലെ കരുവാടിക്കുപ്പത്തിലെ കെങ്കയ്യമ്മൻ കോവിൽ സ്ട്രീറ്റിലെ ഒരു വീട്ടിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. സംഭവത്തിൽ പ്രതികളായ പ്രവീൺ, ഭാര്യ ഈശ്വരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒപ്പം ഇവർ മോഷ്ടിച്ച സ്വർണവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കടബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തെപ്പറ്റി സമീപവാസിയുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് ಆದ್യം ഒന്ന് പോകാം. ಶಿವರುದ್ರವರ ತಮ್ಮ ಆಗಬೇಕು. ಅದು ಯಾವ ರೀತಿಯಾಗಿದೆ ಅಂತ ಗೊತ್ತಿಲ್ಲ. ನಮ್ಮಣ್ಣ ಡೈಲಿ ಸಾಯಂಕಾಲ ವಾಕ್ ಮಾಡೋಕ್ಕೆ ಅಂತ ಪ್ರತಿನಿತ್ಯ ಹೋಗ್ತಾಯಿದ್ರು. ಅದೇ ರೀತಿ ನಿನ್ನೆ ಸಾಯಂಕಾಲನೂ ಹೋಗಿದ್ದಾರೆ. ಹೋದ್ಮೇಲೆ ಈ ಥರ ಅಚಾತುರ್ಯ ನಡೆದೈತೆ. ಅದನ್ನು ಬೇಕು ಅಂತ ಮಾಡಿದಾರೋ ಏನು ಅನ್ನೋದು, ವೈಯಕ್ತಿಕ ದ್ವೇಷಗಳು ಮಾಡಿದ್ದಾರೆ ಏನು ಅಂತಕ್ಕದ್ದು ಗೊತ್ತಿಲ್ಲ. ಗ್ರಾಮಾಂತರ ಠಾಣೆಗೆ ಹೋಗಿ ಮಿಷಿನ್ ಕಂಪ್ಲೇಂಟ್ ಎಲ್ಲ ಇದು ಮಾಡಿ ಎಲ್ಲ ಮಾಡಿದ್ರು ಸರ್. ಹಂಗಾಗೂ ವ್ಯಕ್ತಿ ಸಿಗಲಿಲ್ಲ. ಈ ಥರ ಯಾವ ರೀತಿ ಮಾಡಿದ್ದಾರೆ ಏನು ಅಂತ ಗೊತ್ತಿಲ್ಲ. ಏನೋ ಅಕ್ಕಪಕ್ಕ ಜಮೀನವ್ರಿಗೂ ಅವ್ರಿಗೆ ಏನೋ ವೈಯಕ್ತಿಕ ದ್ವೇಷ ಇತ್ತು. ಇವಾಗ ಒಂದು 2-3 ತಿಂಗಳಿಂದ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಮುಂದೆ ಸತ್ಯಾಸತ್ಯತೆಗಳು ಯಾವ ರೀತಿ ಬರ್ತವೆ ಅನ್ನೋದು ಕಾದು ನೋಡಬೇಕು ಸರ್. 48-കാരനായ മണി, ഭാര്യ 43-കാരിയായ രമണി എന്നീ ദമ്പതികൾ അവിടെ സമീപത്ത് തന്നെ ഒരു ഹോട്ടലൊക്കെ നടത്തി ഉപജീവനം നടത്തി വരുന്നവരായിരുന്നു. അപ്പോഴാണ് ഓൺലൈൻ ഡെലിവറി ഏജന്റായിരുന്ന രമണിയുടെ അനന്തരവൻ സേതുനാഥൻ ഒരു അപകടം പറ്റിയതിനെ തുടർന്ന് ഇവരുടെ വീട്ടിലേക്ക് താമസിക്കാനായി എത്തുന്നത്. സേതുമാധവൻ എത്തി കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 24-കാരനായ പ്രവീണും 21-കാരി ഈശ്വരിയും സേതുമാധവനെ കാണാനായി ഈ വീട്ടിലേക്കെത്തി. പിന്നീട് ഇവരുടെ ഈ വീട്ടിലേക്കുള്ള വരവ് പതിവായി. രമണിയും മണിയുമായി നല്ലൊരു സൗഹൃദം ഇവർ ഇരുവരും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പതിവ് പോലെ കഴിഞ്ഞ ദിവസം സേതുമാധവനെ കാണാനായി വീട്ടിലേക്ക് എത്തിയതായിരുന്നു പ്രവീണും ഈശ്വരി. വന്നപ്പോൾ തന്നെ ഈശ്വരി സേതുമാധവനൊപ്പം വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി. പിന്നാലെ തന്നെ ഈ രമണിക്കടുത്തെത്തി സൗഹൃദ സംഭാഷണമൊക്കെ നടത്തിയ പ്രവീൺ അവർക്കൊരു സർപ്രൈസ് സമ്മാനമുണ്ടെന്ന് പറയുകയും കയ്യിലുണ്ടായിരുന്ന കവറിൽ സൂക്ഷിച്ചിരുന്ന അമ്മിക്കല്ലെടുത്ത് രമണിയുടെ തലയ്ക്ക് ശക്തമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. അപ്പോൾ തന്നെ തളർന്ന് നിലത്ത് വീണ രമണിയെ പ്രവീൺ വീണ്ടും ഇതേ അമ്മിക്കൽ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കൂടാതെ കയ്യിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് കഴുത്തിലും മുഖത്തുമടക്കം കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ കഴുത്തിലും വായിലും തുണി ചുറ്റി. മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം ഇവർ ധരിച്ചിരുന്ന സ്വർണവും വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മറ്റു സ്വർണവും പണവുമെല്ലാം പ്രവീൺ കൈക്കലാക്കുകയായിരുന്നു. ಮಡ್ರೋಡಿಂದ ಪಕ್ಕದಲ್ಲಿ ಒಂದು ಸೀಳು ನಾಲೆ ಇದೆ. ಆ ನಾಲೆಗೆ ಏನು ಮಾಡೋರೆ, ಹೊಡೆದ್ಬಿಟ್ಟು ಅಲ್ಲಿಗೆ ಹಾಕ್ಬಿಟ್ಟವ್ರೆ. ಅದು ಕಾಣಿಸ್ತಿಲ್ಲ ರೋಡ್ಗೆ. ಮೇಲೆ ಬೈಕ್ ಹಾಕ್ಬಿಟ್ಟಿದ್ರು. ಆಮೇಲೆ 2:15 ಗೊತ್ತಾಯಿತು ಸರ್. ಎಲ್ಲರೂ ಬಂದರು ಸರ್. ಅವರು 5 ಗಂಟೆಗೆ ಬಂದರು. ಅಷ್ಟರ ಮೊದಲೇ ಪೊಲೀಸ್ನವರು 3-3:30 ಬಂದ್ಬಿಟ್ರು ಸರ್. ಸರ್ ಇಲ್ಲಿ ಓಪನ್ ಆಗಿದೆ ಸರ್. ಓಪನ್ ಆಗದೆ ಆಮೇಲೆ ಯಾವ ರೀತಿ ಇದೆ, ಸ್ಲಿಪ್ಪರ್ ಒಂದು ಕಡೆ ಬಿದ್ದಿದೆ, ಅವರೊಂದು ಕಡೆ ಬಿದ್ದದೆ, ರೋಡಲ್ಲೆಲ್ಲ ಬಿದ್ದು ಒದ್ದಾಡೋರು ಸರ್. ಸಾಲ್ಟ್ ಪಲ್ಟ್ ಎಲ್ಲ ಇರ್ತದೆ, ಎಲ್ಲ ಧೂಳಾಗದೆ. ಆಮೇಲೆ ಏನು ಮಾಡೋರು, ಈ ಥರ ಹಿಂಗೆ ಹಾಕ್ಬಿಟ್ಟವ್ರು ಸರ್. ಈ ಕಡೆಗೆ ബൈക്ക് മേലെ ആക്കോരെ. താഴെ നടക്കുന്ന ഈ സംഭവങ്ങളെയൊക്കെ പറ്റി പ്രവീണിന്റെ ഭാര്യ ഈശ്വരിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. കൊലപാതക ശേഷം ഇതൊന്നും അറിയാതിരുന്ന സേതുമാധവനുമായി പ്രതിയും ഭാര്യയും ചേർന്ന് പുറത്ത് സിനിമയ്ക്ക് പോവുകയായിരുന്നു. അല്പം അകലെയുള്ള കടലൂർ എന്ന സ്ഥലത്തേക്കായിരുന്നു അവർ പോയത്. പിന്നാലെ തന്നെ രമണിയുടെ മരണവാർത്ത അറിഞ്ഞാണ് അവർ വീണ്ടും പുതുച്ചേരിയിലേക്ക് മടങ്ങുന്നത്. സ്ഥലത്തെത്തിയ പോലീസാണ് സംശയത്തെ തുടർന്ന് പിന്നീട് പ്രവീണിനെയും ഭാര്യയെയും ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ അവർ നൽകിയ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് ഇവരെ കുടുക്കിയത്. വിശദമായ അന്വേഷണത്തിൽ ഗുരുതരമായ കടബാധ്യത മൂലമാണ് അവർ കൊലപാതകം നടത്തിയതെന്നും ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നടത്തിയ കൊലപാതകമാണിതെന്ന് പ്രതികൾ സമ്മതിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, 2 മൊബൈൽ ഫോണുകൾ, ഒരു സ്കൂട്ടർ എന്നിവയാണ് പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം,
അവിടെ നഗരങ്ങളിലും പ്രധാന സ്ഥലങ്ങളിലുമെല്ലാം നിരവധി പോലീസുകാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലേതിനേക്കാൾ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ക്രമസമാധാന പാലനത്തിനുണ്ടെന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ ചുമതല നിറവേറ്റേണ്ടവർ ജോലി സമയത്താണെങ്കിലും അല്ലെങ്കിലും സാമാന്യ മര്യാദ കാട്ടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു മര്യാദയില്ലാതെ പെരുമാറിയ തമിഴ്നാട്ടിലെ ഒരു പോലീസുകാരനെയാണ് 20th അവർ ഇനി തുറന്നു കാട്ടുന്നത്. സംഭവം നടന്നത് തമിഴ്നാട്ടിലാണെങ്കിലും നമുക്കെല്ലാം പരിചിതമായ സ്ഥലമാണ് അവിടം. ഭൂരിഭാഗം പേരും ഒരു വട്ടമെങ്കിലും പോയിട്ടുണ്ടാകാവുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം. കൊടൈക്കനാലിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ഓഫ് ഡ്യൂട്ടിയിലായിരുന്ന ഒരു പോലീസുകാരൻ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ കാട്ടിയ ആക്രമണത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല. ഈ കഴിഞ്ഞ ദിവസം രാത്രിയാണ് വനിതാ ജീവനക്കാർ അടക്കമുള്ളവരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ തങ്കപാണ്ടി ഈ ആക്രമണം കാട്ടിയത്. സംഭവം ഇങ്ങനെയാണ്. വൈകിട്ടോടെ തങ്കപാണ്ടി കൊടൈക്കനാലിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി. ആൾ 4 കാലിലാണ് വന്നത് തന്നെ. അത്രയ്ക്ക് മദ്യലഹരിയിലായിരുന്നു അയാൾ. മദ്യലഹരിയിലായതുകൊണ്ട് ആ സമയം ചികിത്സ നൽകാനാവില്ലെന്നും പരിശോധിക്കാനാവില്ലെന്നും ആശുപത്രിയിലുണ്ടായിരുന്ന നഴ്സ് ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടതോടെ തന്നെ അപമാനിച്ചെന്ന് പറഞ്ഞ് തങ്കപാണ്ടി ബഹളം തുടങ്ങി. തെറിവിളിക്കാൻ തുടങ്ങിയതോടെ നഴ്സുമാർ ചേർന്ന് ഇയാളെ പുറത്തിറക്കാൻ ശ്രമിച്ചു. തങ്കപാടിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പുറത്തു പോകാൻ പറഞ്ഞെങ്കിലും കൂട്ടാക്കാതെ ഇയാൾ ആക്രമണം നടത്തുകയായിരുന്നു. നഴ്സുമാരെയും ആശുപത്രി ജീവനക്കാരെയും തെറിവിളിച്ചതിന് പിന്നാലെ സാധനങ്ങൾ എടുത്തെറിഞ്ഞു. മേശ, വാട്ടർ ഡിസ്പെൻസർ, ഫയലുകൾ എന്നിവ നാശമാക്കി. ആശുപത്രി കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ഒരു 2 വീലറും ഇയാൾ ചവിട്ടിമറിച്ചിട്ടു. ചുരുക്കം പറഞ്ഞാൽ സമാധാനമുണ്ടാക്കേണ്ടയാൾ ഉണ്ടാക്കിയ സമാധാനക്കേടിലായിരുന്നു 1 മണിക്കൂറോളം കൊടൈക്കനാലിലെ ആശുപത്രി. ഈ സമയം ഡോക്ടറെ കാണാനെത്തിയ ചില രോഗികൾ തങ്കപാണ്ടിയുടെ കലാപ പരിപാടികൾ കണ്ട് വന്ന വഴിയെ തന്നെ തിരികെ പോവുകയും ചെയ്തു. പലർക്കും ഇയാൾ മദ്യലഹരിയിലായതുകൊണ്ട് അടുത്തേക്ക് അടുക്കാൻ തന്നെ ഭയമായിരുന്നുവെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. அவர் மட்டும் கண்டுபிடி அதாவது உடச்சி அள்ளி விட்டுட்டு கல்யாணம் பண்ணி உட்காந்துட்டு ஒன்றுமே பண்ண முடியல. டெஸ்ட்டுங்களாலையும் ஒன்றும் பண்ண முடியல, எங்களாலையும் ஒன்றும் பண்ண முடியல. எத்தனை மணி இருக்கும்? மணி 2 மணிக்கு இருக்கும். 2 മണി. കൂടുതൽ പോലീസുകാരെത്തിയപ്പോഴാണ് തങ്കപാണ്ടി ഒന്ന് അടങ്ങിയത്. പോലീസുകാരോടും ആദ്യം കയർത്തെങ്കിലും അയാൾ പിന്നീട് ശാന്തനായി. തങ്കപാണ്ടിയുടെ ആക്രമണം CCTVയിൽ വ്യക്തമാണ്. കാണുന്ന ആർക്കും പേടി തോന്നും വിധമുള്ള പെരുമാറ്റമാണ് വയറ്റിൽ കിടക്കുന്ന മദ്യത്തിന്റെ ബലത്തിൽ അയാൾ അവിടെ കാട്ടിക്കൂട്ടിയത്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. തങ്കപാണ്ടി ഈ ആക്രമണമൊക്കെ കാട്ടിയത് മദ്യലഹരിയിലായിരുന്നെങ്കിലും നാട്ടുകാർക്ക് ഈ ആശുപത്രി ജീവനക്കാരെ കുറിച്ച് ചില പരാതികൾ ഉണ്ടെന്നത് സത്യമാണ്. രാത്രി സമയത്ത് ചികിത്സ തേടിയെത്തുന്നവരോട് ആശുപത്രി ജീവനക്കാരും മോശമായാണ് പെരുമാറുന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും പെരുമാറ്റമുണ്ടായിരിക്കും തങ്കപാണ്ടിയെ പ്രകോപിപ്പിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്ന കാര്യം. എന്തായാലും സംഭവത്തിൽ തങ്കപാണ്ടിക്കെതിരെ കർശന നടപടി വേണമെന്ന നിലപാട് തന്നെയാണ് നാട്ടുകാർക്കുള്ളത്. ഒപ്പം ആശുപത്രി ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനും പരിഹാരം വേണമെന്നാണ് അവർ പറയുന്നത്.
പരസ്പരം ഇഷ്ടപ്പെടുന്ന പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്ത്യയിൽ ഇത് നിയമവിധേയമാണ്. വിദേശ രാജ്യങ്ങളിൽ കാലങ്ങൾക്ക് മുൻപേ ഇത്തരം പുരോഗമനപരമായ നിയമങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. പുറത്തുവരുന്നത് സ്നേഹവും പ്രണയവും സഹവാസവും ഒന്നും ഒപ്പം ജീവിക്കുന്നയാളിന്റെ ജീവനെടുക്കാനുള്ള ലൈസൻസ് അല്ലെന്നതാണ്. കാനഡയിൽ കൊല്ലപ്പെട്ട പഞ്ചാബ് സ്വദേശിനി ദമൻപ്രീത് കൗറിനുണ്ടായ അനുഭവമാണ് ഇനി പറയുന്നത്. ദമൻപ്രീത് കൗർ എന്ന 23 വയസ്സുകാരി പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ സമറാലയിൽ നിന്ന് വലിയ വലിയ സ്വപ്നങ്ങളുമായി പഠിക്കാനും ജോലിക്കുമായി കാനഡയിലേക്ക് പറന്ന ആ പെൺകുട്ടി ഇന്ന് നമുക്കൊപ്പമില്ല. കാനഡയിലെ എഡ്മണ്ടണിൽ നിന്നാണ് ഈ ദുഃഖകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാസം 9-ന് ഇന്നേക്ക് 16 ദിവസം മുൻപ് കനേഡിയൻ സമയം വൈകിട്ട് 6:45 എഡ്മണ്ടൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. പരുക്കുകളോടെ ഒരു യുവതി ബോധരഹിതയായി കിടക്കുന്നുവെന്നായിരുന്നു കോൾ വിളിച്ചയാൾ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ വിദേശത്ത് ഗൗരവമായാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു കോൾ വന്നാൽ പോലീസ് ലാത്തിയും ജീപ്പും ഒക്കെ എടുത്തു വരാൻ ചിലപ്പോൾ താമസിച്ചേക്കാം. അത് നമ്മുടെയോ പോലീസിന്റെയോ കുഴപ്പമല്ല, പലപ്പോഴും സംവിധാനങ്ങളുടെയും ക്രമീകരണങ്ങളുടെയും ഒക്കെ കുഴപ്പമാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് നമ്മുടെ കേരളത്തിലേത് തന്നെയാണ്. എന്തായാലും ഫോൺ കോൾ വന്നയുടൻ സർവ്വസജ്ജമായി എഡ്മണ്ടൺ പോലീസ് സിൽവർബെറി എന്ന സമീപ പ്രദേശത്തെ വീട്ടിലേക്ക് പാഞ്ഞു ചെന്നു. പട്രോളിംഗ് സംഘവും കൂടെ എത്തി. ഇവർ കാണുന്നത് ശരീരമാസകലം മുറിവുമായി കിടക്കുന്ന ദമൻപ്രീതിനെയാണ്. ബോധരഹിതയായിരുന്നു അപ്പോഴവർ. വലിയ തോതിൽ അതിക്രമത്തിനിരയായിരുന്നു ദമൻപ്രീത്. വലിയ തരത്തിലുള്ള മർദ്ദനം അവർക്കേറ്റിരുന്നു. ജീവനുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് ഉടൻ തന്നെ ദമൻപ്രീതിനെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെന്റിലേറ്ററിലായിരുന്നു അവർ. ശരീരത്തിന്റെ മിടിപ്പുകൾ പതിയെ പതിയെ ഇല്ലാതായി. 3 ദിവസത്തിന് ശേഷം അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ദമൻപ്രീതിനെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ഒപ്പം താമസിച്ചിരുന്ന ഇന്ത്യക്കാരൻ തന്നെയായ റിതേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. ദമൻപ്രീതും റിതേഷ് കുമാറും 1 വർഷത്തോളമായി ഒന്നിച്ചായിരുന്നു താമസം. അതിക്രൂരമായാണ് ദമൻപ്രീത് കൊല ചെയ്യപ്പെട്ടതെന്ന് 14-ാം തീയതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. ഇതോടെ റിതേഷ് കുമാർ അകത്തായി. 5 വർഷം മുൻപ് വിദ്യാഭ്യാസ വായ്പയെടുത്താണ് ദമൻപ്രീതിനെ മാതാപിതാക്കൾ കാനഡയിലേക്ക് അയക്കുന്നത്. അവിടെ പഠനം പൂർത്തിയായ ശേഷം അവിടെ തന്നെ ജോലിയും കിട്ടി. ഇടയ്ക്ക് 3 വട്ടം നാട്ടിൽ വന്നിരുന്നു. 3 വർഷം മുൻപാണ് തന്നേക്കാൾ 1 വയസ്സ് ഇളയ റിതീഷ് കുമാറിനെ ദമൻപ്രീത് പരിചയപ്പെട്ടത്. പിന്നീട് പരിചയം കൂടുതൽ അടുപ്പത്തിലേക്കും ഒന്നിച്ച് താമസിക്കുന്നതിലേക്കും എത്തുകയായിരുന്നു. ജൂലൈ 9-ന് ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഇതിനിടയിൽ റിതീഷ് ധർമ്മൻപ്രീതിനെ തല്ലി. ധർമ്മൻപ്രീത് തിരിച്ചും ആക്രമിച്ചു. ഇതോടെ നിയന്ത്രണം വിട്ട റിതീഷ് കത്തി ഉപയോഗിച്ച് ദമൻപ്രീതിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. ബോധരഹിതയായി നിലത്ത് വീണപ്പോൾ തുണി കൊണ്ട് കഴുത്ത് ഞെരിക്കുകയായിരുന്നു അയാൾ. റിതീഷ് കനേഡിയൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശുകാരനാണ് ഈ റിതീഷ്. ദമൻപ്രീത് മരിച്ചത് 12-ാം തീയതിയാണെങ്കിലും ഇപ്പോഴാണ് ഇത് വാർത്തയാകുന്നത്. അതിനൊരു കാരണമുണ്ട്. സാധാരണ കാനഡയിൽ ആരെങ്കിലും മരിച്ചാൽ ഒന്നുകിൽ അവിടെ തന്നെ സംസ്കരിക്കും, അല്ലെങ്കിൽ നാടുകളിലേക്ക് കൊണ്ടുവരും. ദമൻപ്രീതിന്റെ കാര്യത്തിൽ ഇത് രണ്ടും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് മകളെ അവസാനമായി ഒരു നോക്ക് കാണണം. ഇരുവർക്കും അതിനായി കാനഡയിലേക്ക് പോകാനുള്ള സാഹചര്യവുമില്ല. കാരണം ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയും വായ്പയെടുത്തുമാണ് വലിയ പ്രതീക്ഷകളോടെ മകളെ പറന്നുയരാൻ വിട്ടത്. നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരണമെങ്കിൽ അതത്ര എളുപ്പവുമല്ല. അതിനുള്ള ചെലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതല്ല. ദമൻപ്രീതിന്റെ കൂട്ടുകാർ ചേർന്ന് ഗോഫണ്ട്മി എന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ പണം പിരിച്ച് ദമൻപ്രീതിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഛത്തീസ്ഗഡിലെ സൂരജ്പൂർ ജില്ലയിൽ അജ്ഞാതന്റെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ആക്രമണത്തിന് പിന്നിലെ കാരണം എന്താണെന്നോ ആരാണ് ആക്രമിച്ചതെന്നോ എന്നതിൽ ഇപ്പോഴും പോലീസിന് വ്യക്തത വന്നിട്ടില്ല. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്.
ദിവസമാണ് യുവാവ് ആക്രമണത്തിനിരയായി എന്നുള്ള വാർത്ത പുറത്തുവരുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സയ്ക്കിടെയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. സൂരജ്പൂരിലെ പ്രതാപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടക്കുന്നത്. ഗോണ്ട ഗ്രാമവാസിയായ ഹരിനന്ദ രജ്വാര എന്ന യുവാവാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച അജ്ഞാതരായ ആളുകൾ ഹരിനന്ദിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഗുരുതരമായ അവസ്ഥയിൽ കെവ്ര ഗ്രാമത്തിന് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ആക്രമിച്ചവർ ആരെന്നോ ആക്രമണത്തിന് പിന്നിലെ കാരണമെന്തെന്നോ എന്നതിൽ പോലീസിന് വ്യക്തതയില്ലാത്തത് അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 24 तारीख की सेकेंड हाफ में गोंदा निवासी संपत्तिया ने थाने आकर रिपोर्ट दर्ज कराई कि 23 को जो है जो मृतक है वो उसके घर आया हुआ था और हरिनंदन जो है और उसके साथ में उसके दोस्त थे राहुल शर्मा और तुषार भोई और सभी लोग बैठ के बात कर रहे थे. रात में लगभग 9 बजे के आसपास ललित राजवाड़े सकल राजवाड़े और उसके साथ और कुछ लोग थे वो अंदर आए और हरिनंदन को गाली गलौज करते हुए मारपीट करके वहाँ से ले गए. इन्होंने बचाने की बहुत कोशिश की, रोकने की कोशिश की, लेकिन नहीं रोक पाए और बाद में फिर जो है ये उसका पीछा करते हुए गए तो केवरा चौक पे वो जो है बहुत बुरी स्थिति में पड़ा था और तब उसको उठा के हॉस्पिटल अंबिकापुर ले गए और फिर प्राथिया ने थाने में आके रिपोर्ट दर्ज कराई दूसरे दिन. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അടക്കം മൊഴിയെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പോലീസ്. കൂടാതെ നിലവിൽ സമീപവാസികളെ അടക്കം ചോദ്യം ചെയ്യുകയും സംഭവസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുന്നതിനായി സംഭവത്തിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുവാവ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഭീഷണിയോ നേരിട്ടിരുന്നോ എന്നതും അന്വേഷണ പരിധിയിലാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ പറ്റിയുള്ള സൂചനകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസും ഹരിനന്ദിന്റെ ബന്ധുക്കളും. ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പോകുമ്പോൾ അവിടെ ഭാര്യയുമായുള്ള വഴക്കിനിടെ മകൻ സ്വന്തം പിതാവിനെ കുത്തിക്കൊന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ ഈ കൊലപാതകം നടക്കുന്നത് അവരുടെ 16-കാരിയായ മകൾ കണ്ടു നിൽക്കെയെന്ന് ആണെന്നതാണ്. സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ബറേലിയിലെ ബിത്രി ചെയിൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള തയ്യത്പൂർ ഗ്രാമത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ബാബുറാം എന്നയാളാണ് സ്വന്തം പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ഗ്രാമത്തിൽ ജോലിക്ക് പോയതായിരുന്നു ബാബുറാം. മടങ്ങിയെത്തിയപ്പോൾ ഭക്ഷണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കത്തിലാവുകയായിരുന്നു. ഒടുക്കം ഭാര്യയായ പുഷ്പാദേവിയെ അയാൾ ക്രൂരമായി ആക്രമിച്ചു. ആക്രമണത്തിനിടെ മരുമകൾ കരയുന്ന ശബ്ദം കേട്ടാണ് ബാബുറാമിന്റെ പിതാവ് 70-കാരനായ രാംധൻ കോറി വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. ബാബുറാമിന്റെ ആക്രമണത്തിൽ നിന്ന് മരുമകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. മകനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച പിതാവിന്റെ നെഞ്ചിൽ ബാബുറാം അടുത്ത് കിടന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. നിലത്ത് വീണ രാംധൻ തൽക്ഷണം തന്നെ മരിച്ചു. സംഭവത്തിന് ശേഷം ബാബുറാം ആകട്ടെ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി അയക്കുകയായിരുന്നു. आज दिनांक 24 जुलाई 2026 को समय लगभग दोपहर 2 बजे थाना भीतरी चैनपुर अंतर्गत ग्राम तैयतपुर गौतिया से एक सूचना मिली कि एक 70 वर्षीय व्यक्ति जिनका नाम रामदीन पुत्र जसवंत बताया गया, उनकी चाकू लगने से मृत्यु हो गई है. इस सूचना पर तत्काल मौके पर जाकर जानकारी की गई तो परिजनों व ग्रामवासियों के द्वारा बताया गया कि उनके 32 वर्षीय पुत्र बाबूराम व उनकी पत्नी के बीच में किसी घरेलू बात को लेकर वाद विवाद हो रहा था, जिसमें पास में चारपाई पर बैठे उनके 70 वर्षीय पिता रामदीन बीच बचाव करने के लिए उठे तो उनके बेटे बाबूराम के हाथ में पकड़े हुए चाकू से उनके सीने पर आघात हुआ और वे घायल हो गए. तत्पश्चात उनकी मौके पर ही मृत्यु हो गई. मौके पर फील्ड यूनिट को बुलाया गया एवं आला कत्ल बरामद करते हुए मृतक के पोस्टमार्टम हेतु पंचायतनामा भरकर अन्य विधिक कार्रवाई अमल में लाई जा रही है. परिजनों के द्वारा अभी तक कोई तहरीर उपलब्ध नहीं कराई गई है.
मौके पर शांति व्यवस्था के दृष्टिगत कोई समस्या नहीं है। ബാബുറാമിന്റെ 16 വയസ്സുള്ള മകൾ ഈ സംഭവം മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നുവെന്നാണ് അയാളുടെ ഭാര്യ പോലീസിനോട് പറഞ്ഞത്. ഏതായാലും മകൻ ബാബുറാമിനായുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിതാവുമായി ബാബുറാമിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടയിൽ ഇടപെട്ടതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാകാം കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനവും. ഇയാൾ പോകാനിടയുള്ള സ്ഥലങ്ങളും പ്രധാനപ്പെട്ട ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളും അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. ജബൽപൂരിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. ഗ്രാമത്തിലെ കവലയിൽ സാധാരണ പ്രായമായവരൊക്കെ ഒത്തുകൂടുന്നതും സംസാരിക്കുന്നതുമൊക്കെ പതിവാണ്. എന്നാൽ ഇവിടെ ഇത്തരത്തിലൊരു കവലയിൽ ഒത്തുകൂടുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഒടുക്കം കലാശിച്ചത് കൊലപാതകത്തിലാണ്. ജബൽപൂരിലെ സാലിവാഡ എന്ന കവലയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു ഗ്രാമത്തിലെ താമസക്കാരായ ബൈജനാഥ്, അദ്ദേഹത്തിന്റെ സഹോദരൻ ചോട്ടു യാദവ്, ഇളയ കസിൻ സന്തോഷ് യാദവ്, നമ്മിലാൽ യാദവ് എന്നിവർ. പിന്നാലെ അവിടേക്കെത്തിയ ഘനശ്യാം കെവാട്ടാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമിടുന്നത്. തന്റെ വീടിന് മുന്നിൽ ഇരിക്കരുതെന്നും അവിടെ നിന്നും എഴുന്നേറ്റ് പോകണമെന്നും പറഞ്ഞായിരുന്നു തർക്കത്തിന്റെ തുടക്കം. തർക്കത്തിനിടയിൽ ചോട്ടു യാദവിനെയും സഹോദരങ്ങളെയും ഘനശ്യാം അസഭ്യം പറഞ്ഞതോടെയാണ് ഈ തർക്കം കൂടുതൽ രൂക്ഷമാകുന്നത്. ഒടുക്കം ഘനശ്യാം കത്തിയെടുത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മിലാലിനെ കുത്തുകയായിരുന്നു. സന്തോഷ് യാദവ് ഇയാളെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതോടെ അയാൾക്കും ആക്രമണമേൽക്കേണ്ടി വന്നു. തലയുടെ പിൻഭാഗത്തും ചുണ്ടിനു മുകളിലും ഇയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ് ഇരുവരെയും ഗ്രാമവാസികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും നമ്മിലാൽ യാദവ് അവിടെ വെച്ച് മരിക്കുകയായിരുന്നു. तो हम भी बैठे थे, वहाँ हमारा छोटा भाई बैठा था जिसका नाम नम्मी यादव है, तो वो भी बैठा था. हम उठ के आ गए, वो बैठा रहा. तो हम आए अपने घर में खाना खाने लगे. तभी हमारे मोहल्ले के कुछ लड़के आए कि यार चलो तुम्हारे भाई को किसी ने मार दिया. तो हम वहाँ पे गए, वहाँ पे पूछताछ की. वो ज़मीन पे खून से लथपथ पड़ा हुआ था और हमने पूछताछ के दौरान हमने पता किया कि किसने मारा है. तो वहाँ पे नाम आया सामने कि घनश्याम केवट नाम के लड़के ने उसको 3 जगह यहाँ पे 2 जगह यहाँ, 1 जगह यहाँ पे वहाँ में उसको चाकू मारी. ഈ ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം പ്രതിയായ ഘനശ്യാം കെവാട്ട് സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. थाना प्रभारी बर्गी के द्वारा बताया गया कि सालीवाड़ा चौगड्डे पर नम्मी यादव और संतोष यादव आपस में बातचीत कर रहे थे. इसी बीच घनश्याम केवट को कुछ आपत्ति हुई और दोनों के पक्षों के बीच वाद विवाद बढ़ा. तब घनश्याम केवट ने चाकू निकालकर नम्मी और संतोष के ऊपर वार कर दिया, जिसमें इलाज के दौरान नम्मी यादव की मृत्यु हो गई. इस पर हत्या का अपराध घनश्याम केवट के खिलाफ दर्ज करके उसको हिरासत में ले लिया गया है और आगे इसमें विवेचना की जा रही है. ഈ മരണത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ തന്നെ രാത്രി വൈകിയും ഇവിടെ പോലീസ് കാവലൊക്കെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി ഒളിവിൽ പോകാനിടയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ റെയ്ഡും നടക്കുന്നുണ്ട്. വൈകാതെ തന്നെ പ്രതിയെ പിടികൂടുമെന്നാണ് പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്ന വിശദീകരണം. അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.